നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും അനിയത്തിയും കൂടിയിട്ട് ഗോൾഡ് എടുക്കാൻ പോവുകയാണ്. അനിയത്തിയുടെ കല്യാണം ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗോൾഡ് എടുക്കാൻ പോകണം. ഗോൾഡ് എടുക്കാൻ പോകുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരുമിച്ച് വാങ്ങാൻ പോകുന്നതെന്നല്ല. ഒരു ചിട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ ആ ചിട്ടി അത് കഴിഞ്ഞു. അപ്പോൾ അതിന് ഒരു പവൻ എടുക്കാൻ പോകും. അപ്പോൾ ഞങ്ങൾ ആറ്റിങ്ങലുള്ള മഞ്ഞളിയിലാണ് വന്നത്. ഇവിടെയാണ് കേട്ടോ ചിട്ടി. നമുക്ക് അനിയത്തിയാണ് കേട്ടോ ചിട്ടി കെട്ടുന്നത്. അപ്പോൾ 2-3 ചിട്ടിയുണ്ട്. അങ്ങനെ ചിട്ടി കെട്ടിയിട്ടാണ് ഓരോ പവനും അരപ്പവനൊക്കെ വെച്ചിട്ടാണ് ഗോൾഡ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് വന്നു. ഞാനും അമ്മയും എൻ്റെ വണ്ടിയിലും അനിയത്തി അവളുടെ വണ്ടിയിലുമാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ജെൻസിന് വേണ്ടിയിട്ടുള്ള മാലയാണ് നോക്കുന്നത്. കല്യാണത്തിന് ചെറുക്കന് മാല ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ ചെറുക്കന് വേണ്ടിയിട്ട് മാല എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ മാലയൊക്കെ ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണിക്കൂലി കുറഞ്ഞ മാല എടുക്കണം. 55 എന്തോ ആയിരുന്നു ചിട്ടയുടെ പൈസ. അതിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഇട്ടിട്ടാണ് മാല എടുത്തത്. ഒരു 20-22ഓളം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മാല എടുത്തത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പൊട്ടാത്ത കണ്ട കുറച്ച് പൊലിമയൊക്കെ തോന്നിക്കുന്ന ഒരു മാല എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കുടിച്ച് മാലയെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയം ഇതിനകത്തിരുന്ന് തന്നെ പോയി. ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ ഇതിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്തു. സ്വർണ്ണമൊക്കെ എടുക്കുമ്പോഴും നമ്മൾ സമയമെടുത്ത് സാവധാനം നോക്കിയൊക്കെ വാങ്ങണം. ഇല്ല നമ്മൾ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാൻ പറ്റില്ലല്ലോ. നമ്മൾ പൈസ മുടക്കി ഇപ്പോഴത്തെ സ്വർണ്ണത്തിൻ്റെ വില വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല കെയർഫുള്ളായിട്ട് തന്നെ ഗോൾഡ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് സ്വർണ്ണമൊക്കെ നോക്കി. അതിൻ്റെ ഇപ്പുറത്ത് റിങ്ങുകളുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുള്ള റിങ്ങുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമുക്ക് വേറൊരു ഐഡിയ തോന്നിയത്. ഞങ്ങൾ കുറച്ച് പഴയ സ്വർണം, പൊട്ടിയതൊക്കെ ആയിട്ടുള്ള പഴയ സ്വർണം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തൂക്കി നോക്കിയപ്പോൾ 1 പവനോളം 1 പവൻ വാങ്ങാനുള്ള കാശ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പോൾ അത് അവിടെ കൊടുത്തിട്ട് നമ്മളൊരു വളയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ചിട്ടി കെട്ടിയിട്ട് വള വാങ്ങാമെന്നുള്ളൊരു ഐഡിയയിലാണ് ഇരുന്നത്. അപ്പോൾ ഇത് കൊടുത്തപ്പോഴും 1 പവനോളം വാങ്ങാനുള്ള പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു വളയും കൂടി, 1 പവൻ്റെ ഒരു വളയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊലിമ നമ്മുടെ ഇങ്ങനെ ഒരുപാട് വലിയ വള എടുക്കാതെ നമ്മുടെ കൈക്ക് ഒതുങ്ങി കിടക്കുന്ന കട്ടി തോന്നിക്കുന്ന ഒരു വള എടുത്തു. നമ്മൾ വലിയ വളയൊക്കെ ഡിസൈനൊക്കെ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചളങ്ങിപ്പോവും. 1 പവനാകുമ്പം പെട്ടെന്ന് ചളങ്ങിപ്പോവും, വലിപ്പം കൂടി ഇതെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ കയ്യിൽ ഒതുങ്ങുന്ന നല്ല ചെറിയ പെട്ടെന്ന് ചളങ്ങാത്ത രീതിക്കുള്ള ഒരു വളയാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ 2-3 വള ഇട്ട് നോക്കി. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാകുമ്പം ഇച്ചിരി വലിപ്പവും തോന്നും, എന്നാൽ പെട്ടെന്ന് അങ്ങ് ചീത്തയാവില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് വളമായിരുന്നു. അപ്പോൾ അനിയത്തിക്ക് ഇങ്ങനെ കയ്യിൽ വള ഇടുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ പറഞ്ഞു വേണ്ട, വള ചെറുതെടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയൊരു വളയാണ് എടുത്തത്. പിന്നെ നമ്മുടെ കൈക്ക് ചേരുന്ന വളകളൊന്നും ഇല്ല. നമ്മുടെ കൈക്ക് ചേരുന്നതെന്നൊക്കെ അതൊക്കെ പണിയിച്ചെടുക്കാൻ പറ്റും. എൻ്റെ അനിയത്തിൻ്റെ കൈക്കൊന്നും ചേരുന്ന അതൊക്കെ കുഞ്ഞു കുട്ടികളുടെ സെക്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റും. മോതിരമൊന്നും കറക്റ്റ് അളവിന് കിട്ടില്ല. ഏത് ചെറുതെടുത്താലും അത് എനിക്കും അനിയത്തിക്കും വലുതായിരിക്കും. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ വെഡ്ഡിങ് കളക്ഷൻ ഇല്ലേ, അതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ആൻറ്റിക്കും അങ്ങനെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് നോക്കിയിരിക്കാനല്ലേ പറ്റൂ, വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ അതൊക്കെ അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. നമുക്ക് പഴയ സ്വർണം കൊടുക്കണം, പുതിയത് വാങ്ങണം, അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഒരു ഫ്ലാസ്ക് മോഡൽ കുപ്പിയില്ലേ, അതും ഒരു കാസ്ട്രോളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി. അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചു. അപ്പോൾ നല്ലൊരു വാഴയിലയിലെ ഊണാണ് കഴിച്ചത്. കപ്പ ഉണ്ടായിരുന്നു, മാങ്ങാച്ചാർ, ഇഞ്ചി, തോരൻ, അവിയൽ, അങ്ങനെ അത്യാവശ്യം ഒരുപാട് കറികളൊക്കെ ചേർത്തിട്ടുള്ളൊരു ഊണ് കഴിച്ചു. ഞങ്ങൾ 2 ഊണാണ് പറഞ്ഞത്. അമ്മയ്ക്ക് 1 ഊണും ഞങ്ങൾ 1 ഊണ് ഷെയർ ചെയ്തെടുത്തു. ഞങ്ങൾ 2 പേരും ഇരിക്കണിട്ട് രാജേട്ടൻ കുറച്ച് അധികം ചോറ് ഞങ്ങൾക്ക് ഇട്ടിരുന്നു. പിന്നെ ഞങ്ങൾ അധികം നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് നിറയുന്ന പ്രകൃതമാണ്. എനിക്കും അനിയത്തിക്കും അങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് ഫുഡ് അധികം കഴിക്കാൻ പറ്റില്ല, വാരിവലിച്ച് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഊണ് രണ്ടാമത് ഞങ്ങൾ ചോറ് വാങ്ങിച്ചതുമില്ല, ഇത് തന്നെ ഞങ്ങൾ കഴിച്ച് വയറൊക്കെ നിറച്ചു. അപ്പം നല്ല കറികളായിരുന്നു കേട്ടോ. എനിക്ക് ആ ഇഞ്ചിക്കറിയും അതുപോലെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടുകറി ഉണ്ടായിരുന്നു, അതുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്.
ഈ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കടയിൽ നിന്ന് ഇതുപോലെ ഊണ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 80 രൂപയായിരുന്നു ഊണിന്. ഇതുപോലെ തന്നെ ഒരുപാട് കറികളും ഉണ്ട്. അതുപോലെ നമുക്ക് ആ ചോറിൻ്റെ കൂടെ തന്നെ, ആ ഊണിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു വറുത്ത മീനും അതുപോലെ കറി വെച്ച മീനും കിട്ടുമായിരുന്നു. കറി വെച്ച മീനിൻ്റെ ഒരു കഷ്ണവും കുറച്ച് കറിയും കിട്ടുമായിരുന്നു. അത് നല്ല വെർത്തായിട്ട് എനിക്ക് തോന്നി. ഞാൻ എപ്പോഴും അതിലേ പോകുമ്പോൾ ആ ഒരു കടയുടെ മുന്നിൽ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കാണ്. അപ്പോൾ വിചാരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ട് ഞാനും അനിയത്തി അവിടെ വന്ന സമയത്ത് ഞങ്ങൾ ഒരു ദിവസം അവിടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഒരു വറുത്ത മീനും ഒരു കറി വെച്ച മീനും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു സേമിയ പായസം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അനിയത്തിക്ക് ഓഫാണ്, അമ്മയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.